ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി ദൈവാശ്രയത്തോടെ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധനായ യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങളാണ്. വിശുദ്ധനായ യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. നമുക്കറിയാം, വിശുദ്ധനായ യാക്കോബിൻ്റെ ലേഖനം നമ്മുടെ കർത്താവിൻ്റെ സഹോദരനും കർത്താവിൻ്റെ ശിഷ്യനും യെരുശലേമിൻ്റെ 1-ാമത്തെ ബിഷപ്പുമായ വിശുദ്ധ യാക്കോബ് AD 48-49 അടുത്ത് എഴുതിയ ലേഖനമാണ്. ഈ ലേഖനം എഴുതിയതിന് കൃത്യമായി ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് ലേഖനഭാഗങ്ങൾ എഴുതിയതിനെല്ലാം കൃത്യമായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ടെന്ന് വേദം പഠിക്കുന്ന ഏവർക്കും അറിവുള്ളതാണ്. നമുക്കറിവുള്ളതുപോലെ ക്രൈസ്തവ സഭയുടെ രൂപീകരണ കാലഘട്ടം 1-ാമത്തെ നൂറ്റാണ്ട് വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരുന്നു. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച മനുഷ്യരെ നിർദ്ദയമാകുന്ന പീഡനങ്ങൾ വഴിയായി മരണത്തിൽ കൂടെ ഈ ലോക ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കുവാൻ, നിഷ്കാസനം ചെയ്യുവാൻ തക്കവണ്ണം രാജാക്കന്മാരും ഭരണാധിപന്മാരുമൊക്കെ വളരെ താല്പര്യപൂർവ്വം ഇറങ്ങിയ നാളുകളാണ് 1 മുതൽ 3 വരെയുള്ള നൂറ്റാണ്ടുകൾ. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായൊക്കെ ഈ കാലയളവിൽ സാക്ഷിമരണം പ്രാപിച്ച ആളാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ക്രൂരരായ നിരവധി രാജാക്കന്മാർ നിർദ്ദയമാകുന്ന പീഡനങ്ങളാണ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ചേരുവാൻ തക്കവണ്ണം ഇടയായ ആദ്യകാല യഹൂദന്മാരോട്, യഹൂദ മതവിശ്വാസികളോട് ചെയ്തത്. പലതരത്തിൽ അവർ പീഡനങ്ങൾ നിർവഹിക്കുകയും ഈ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ 2 മാർഗങ്ങൾ മാത്രം ഈ സാധുക്കളായ മനുഷ്യരുടെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്തു. അതെപ്പോഴും അങ്ങനെയാണ്. ഏത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മളുടെ ശരീരം വേദനിക്കുമ്പോഴാണ് സ്വാഭാവികമായും നമുക്ക് അതിനോട് പ്രതികരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. വാക്കുകൾ കൊണ്ടുള്ള അപവാദങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റാലും ഒരു പരിധിവരെ അതൊക്കെ നാം അങ്ങ് സഹിച്ചു എന്ന് വരും. പൗലോസ് അപ്പോസ്തലനൊക്കെ മിഷണറി യാത്ര നടത്തിയപ്പോൾ വാക്കുകൊണ്ടുള്ള അപവാദങ്ങളും പരിഹാസചരങ്ങളും ഒക്കെ ഒത്തിരി ഏറ്റതാണ്. പക്ഷേ അതിനെയൊന്നും അദ്ദേഹം പ്രത്യേകമായി ഗൗനിച്ചില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിക്കുവാൻ മനസ്സിലാകുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ ഒരിടത്ത് പറയുന്നുണ്ടല്ലോ, നിന്റെ നിമിത്തം ഞങ്ങൾ അനേകരുടെ ഇടയിൽ കൂത്തുകാഴ്ചയായി ഭവിച്ചു എന്ന്. അനേകർ ഞങ്ങളെ കളിയാക്കി, ഞങ്ങളെ പരിഹസിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അവരനുഭവിച്ച വേദനകൾ, പീഡകൾ, അവർ കടന്നുപോയ പങ്കപ്പാടുകൾ അത് എത്ര തീവ്രമായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 1 മുതൽ 3 വരെയുള്ള നൂറ്റാണ്ടുകളിൽ വർണ്ണിക്കുവാനാവതല്ലാത്ത വിധത്തിലുള്ള പീഡനങ്ങൾ കൂടിയാണ് ആദിമസഭാ വിശ്വാസികൾ കടന്നുപോയത് അത്രയും. അപ്പോൾ അവിടെ യെരുശലേമിൻ്റെ ബിഷപ്പായിരിക്കുന്ന യാക്കോബിൻ്റെ മുമ്പിൽ ഈ പ്രയാസഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന മനുഷ്യരെ വിശ്വാസത്തിൽ നിലനിർത്തുക എന്ന് പറയുന്ന വലിയൊരു ചുമതലയാണ് അവരുടെ ഇടയൻ എന്ന രീതിയിൽ വന്നു ചേർന്നത്. അവർ പ്രയാസഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. പ്രയാസഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യരെ ചേർത്തണച്ച് നിർത്തുക, വിശ്വാസത്തിൽ നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയാവുക. അവരൊക്കെ ശരീരത്തിൻ്റെ പീഡനങ്ങൾ ഏറ്റ സമയത്ത് അവരിൽ ചില ആളുകളെങ്കിലുമൊക്കെ ഈ വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് യാക്കോബ് അവർക്ക് ലേഖനം എഴുതുന്നത്. ഈ ലേഖനത്തിന് നമുക്കറിവുള്ളതുപോലെ 5 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാവുന്നതാണ് ഈ ചെറിയ പുസ്തകം. ഈ 5 അധ്യായങ്ങളിലായി പല കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധനായ യാക്കോബ് പരാമർശിക്കുന്ന വിഷയം, അഡ്രസ്സ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ആ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ പ്രതിസന്ധികളിലാണ്, നിങ്ങൾ വേദനകൾ സഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പീഡനങ്ങൾ നിങ്ങൾ ഏൽക്കുന്നുണ്ട്. പ്രതിസന്ധികളിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കണം. അതാണ് 1-ാമത്തെ അധ്യായത്തിൻ്റെ ഉള്ളടക്കം. 2, 3
അധ്യായങ്ങളുടെ ഉള്ളടക്കമായി വിശുദ്ധ യാക്കോബ് അവരോട് ഉപദേശിക്കുന്നത്, നിങ്ങൾ പ്രതിസന്ധിയിലാണ്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്, അതിനെ വിശദീകരിക്കുവാൻ തക്കവണ്ണമാണ് 2-3 അധ്യായങ്ങളിൽ വിശുദ്ധനായ യാക്കോബ് ശ്രമിക്കുന്നത്. 4-5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ വിശുദ്ധനായ യാക്കോബ് അവരോട് പാഠം ഓതുന്നത്, നിങ്ങൾ പ്രതിസന്ധികളിലാണെങ്കിലും നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുത്താൽ നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളുടെ വേദനകളിൽ നിങ്ങളോട് താതാത്മ്യപ്പെടുവാൻ, നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ അരുമനാഥൻ നിങ്ങളുടെ അരികിലുണ്ട്, നിങ്ങൾ ഭയപ്പെട്ടു പോകേണ്ട എന്ന് പറയുന്ന വലിയ വിശ്വാസമാണ് 4-5 അധ്യായങ്ങളിൽ ഇവരോട് പാഠമോദി നൽകുന്നത്. നമ്മുടെ ചിന്താവിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത് 5-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങളാണല്ലോ. അപ്പോൾ വിശുദ്ധനായ യാക്കോബ് അവരോട് പാഠമോതുകയാണ്, നിങ്ങളേറെ പീഡയേൽക്കുന്നുണ്ട്, നിങ്ങൾ സങ്കടങ്ങൾ സഹിക്കുന്നുണ്ട്, നിങ്ങൾ മരണത്തോളമുള്ള ത്യാഗങ്ങൾ ഏൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ത്യാഗങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ ഈ വിശ്വാസം ഉപേക്ഷിച്ച് പോകാതെ ഇരുന്നാൽ നിങ്ങളുടെ അരുമനാഥൻ നിങ്ങളുടെ അരികിൽ ആശ്വാസദായകനായി നിങ്ങളോട് ചേർന്നിരിക്കും. അതിന് ബലമേകുവാൻ തക്കവണ്ണം വിശുദ്ധ യാക്കോബ് ഒരു ഉദാഹരണം പറയുകയാണ്. യാക്കോബ് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഏലിയാവിനെ അറിയില്ലേ? നിങ്ങൾക്ക് ഏലിയാവിനെ അറിയില്ലേ? അത് നിങ്ങൾക്ക് സമസ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നില്ലേ? നിങ്ങളെപ്പോലെ മജ്ജയും മാംസവും ഒക്കെയുള്ള സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നില്ലേ ഏലിയാവ്? പക്ഷേ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദേശത്ത് മഴ പെയ്യുകയും ഭൂമിയിൽ നിന്ന് ധാന്യം വിളയുകയും ചെയ്തില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സ്വർഗത്തോളം എത്തും. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തും എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ യാചിക്കുന്ന നിങ്ങളുടെ അഭയയാചനകൾ, നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, അവയ്ക്കൊക്കെ നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള നന്മകൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി നൽകും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് മാറിപ്പോകേണ്ട. ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ തുടരുവാൻ നിങ്ങൾക്കിടയായാൽ മതി എന്നവരോട് പാഠമോതുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മുടെ ചിന്താവിഷയം. അപ്പോൾ ഈ രാത്രികാലം നാം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നാം കൂട്ടായി ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് കേവല മർത്യശരീരനായ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനായ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴമേഘങ്ങൾ ഓടി മറഞ്ഞത്? എന്തുകൊണ്ടാണ് നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനായ ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്ന് മഴ പെയ്തത്? ഊഷരമായി കിടന്ന ഭൂമിയിൽ നിന്ന് ധാന്യങ്ങൾ മുളച്ചു വന്നത്? നമ്മെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് സമസ്വഭാവിയായ ആ മനുഷ്യനിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആ പ്രത്യേകതകളൊന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിച്ചാൽ നമുക്കും നമ്മുടെ ഇടങ്ങളിൽ അത്ഭുതവും അടയാളവും ഒക്കെയായി മാറുവാൻ തക്കവണ്ണം സാധിക്കും. നാം ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ, നാം ഇടപെടുന്ന മേഖലകളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കും അതിശയവും അടയാളവുമായി മാറുവാൻ തക്കവണ്ണം സാധിക്കും. ഏലിയാവ് എന്ത് പ്രത്യേകതകൾ കൊണ്ട് ദൈവത്തിന് സ്വീകാര്യനായി ഭവിച്ചു? എന്ത് പ്രത്യേകതകൾ കൊണ്ട്, എന്ത് ജീവിത മാതൃക കണ്ടിട്ടാണ് ഈ മനുഷ്യന് അനേകരുടെ മുമ്പിൽ അടയാളവും അത്ഭുതവുമായി മാറുവാൻ തക്കവണ്ണം സാധിച്ചത്? അത് നാം ഇന്ന് ഓർമ്മ കഴിക്കുന്ന വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ജീവിതവുമായി ചേർത്ത് വായിക്കുമ്പോഴും തീർച്ചയായും അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ. നമ്മൾ ജീവിക്കുന്നത് പോലെയുള്ള പാപവും പാപ സാഹചര്യങ്ങളുമുള്ള, വീഴ്ചകളുള്ള, ഇടർച്ചകളുള്ള, അല്പം മുമ്പ് നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പാടിയതുപോലെ ധാർമ്മികരെ പോലും വീഴിക്കാൻ വഴി നോക്കുന്ന ലോകത്തിൽ നന്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ കൂടെ വലിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലോകമാണ്. ആ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അനേകരുടെ മുമ്പിൽ അതിശയവും അടയാളവുമായി മാറുവാൻ സാധിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് സ്വർഗത്തോളം എത്തുവാൻ തക്കോണം സാധിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ മറുപടി എങ്ങനെയാണ് ലഭ്യമാകുവാൻ സാധിക്കുന്നത് മാത്രമാണ് നാം ചിന്തിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണമായി തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. നമുക്ക് സമസ്വഭാവിയായ മനുഷ്യൻ തേജസ്സുള്ളവനായി മാറിയതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അവൻ ദൈവനാമത്തിനു വേണ്ടി തീക്ഷ്ണതയോടെ ജ്വലിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഹി വാസ് ഇൻഫ്ലെയിംഡ് ഫോർ ദ നെയിം ഓഫ് ഗോഡ്. ദൈവനാമത്തിനു വേണ്ടി അവൻ തീക്ഷ്ണതയോടെ ജ്വലിച്ചു. ഏലിയാവിൻ്റെ ജീവിതത്തെ പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാമത്തെ അധ്യായത്തിലാണല്ലോ. അവിടെ നാം കാണുന്നത് എന്താണ്? ദൈവത്തെ അറിയാത്ത ആഹാബ് എന്ന് പറയുന്ന ഒരു രാജാവ്, ആ രാജാവിൻ്റെ സന്നിധിയിലേക്ക്
ആ രാജാവ് ഭരണസാരഥ്യം ഏറ്റെടുത്ത നാളിൽ തിശ്ബ്യനാകുന്ന ഏലിയാവ് വളരെ പെട്ടെന്ന് കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുന്നത് സന്തോഷമുള്ള വാർത്ത അറിയിക്കുവാൻ വേണ്ടിയൊന്നുമല്ല. അവിടെ പറയുന്ന വാർത്തകളൊക്കെ 17-ാമത്തെ അധ്യായത്തിൽ സവിസ്തരം രേഖപ്പെടുത്തുന്നുണ്ട്. ഏലിയാവ് രാജസന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് ഈ രാജാവിനോട് പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമായ യഹോവയാണ്, ഇനി നിന്റെ ദേശത്ത് മഴയും മഞ്ഞും ഉണ്ടാവുകയില്ല. സാധാരണഗതിയിൽ ഇന്ന് ചിന്തിക്കുമ്പോൾ ആ പ്രസ്താവനയിൽ എന്താണ് ഏതെങ്കിലും തരത്തിൽ തെറ്റായിട്ടുള്ളത്, രാജാവിനെ പ്രകോപിക്കുവാൻ തക്കവണ്ണം എന്ത് കാര്യമാണ് അതിലുള്ളതെന്ന് സ്വാഭാവികമായി നമുക്ക് സംശയം ഉണ്ടായേക്കാം. എന്നാൽ നാം തിരിച്ചറിയേണ്ട ആ ഒരു ദേശത്തിൻ്റെ ചരിത്രമുണ്ട്. ആ ദേശത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം, സത്യദൈവമായ യഹോവയിലുള്ള ആരാധന നഷ്ടപ്പെട്ട് ബാൽ വിഗ്രഹങ്ങളുടെ മുമ്പാകെ ആരാധനയ്ക്കായി ഒരു ജനത കൂടി വരികയും ആ ജനതയ്ക്ക് നേതൃത്വം നൽകുന്ന രാജാവ് തന്നെ ബാലാണ് ദൈവമെന്ന് വിളിച്ചു പറയുകയും മഴയും മഞ്ഞുമെല്ലാം നൽകുന്നത് ബാൽ ദേവനാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഏലിയാവ് അവിടേക്ക് ചെന്നിട്ട് പറയുന്നത്, ഇനി നിന്റെ ദേശത്ത് മഴയും മഞ്ഞും ഉണ്ടാവുകയില്ല. എന്നാൽ കുറച്ചുകൂടെ അതിനെ ഗഹനമായി ചിന്തിച്ച് പറയുവാൻ തക്കോണം, വ്യാഖ്യാനിക്കുവാൻ തക്കോണം ഇടയാകുമ്പോൾ ഏലിയാവ് പറഞ്ഞത് ഒറ്റക്കാര്യം മാത്രമാണ്, ഇനി നീ ആരിലാണോ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്, മഴയുടെയും മഞ്ഞിൻ്റെയും ദേവനായി നീ ആരെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ബാൽ നിഷ്ക്രിയനായി പോകും എന്നുള്ളത് മാത്രമല്ല, സത്യദൈവമായ യഹോവ പറയാതെ ഇനി നിന്റെ ദേശത്ത് ഒരു തുള്ളി മഴ പൊടിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതായത് അവരാരാധിച്ച് നിൽക്കുന്ന ദൈവത്തിനെതിരെയുള്ള നേരെയുള്ളൊരു പ്രസ്താവനയായി വേണമെങ്കിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ. ഏലിയാവ് സധൈര്യം ചെന്നിട്ട് ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ പറയുകയാണ്. ഈ ആഹാബിനെ പറ്റി രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, തനിക്ക് മുമ്പുള്ള രാജാക്കന്മാരെക്കാൾ അധികമായി യഹോവയുടെ ന്യായപ്രമാണത്തെ ദൂഷിതമാക്കി കളഞ്ഞ മനുഷ്യൻ, യഹോവയെ അനുസരിക്കാതെ ഇരുന്ന മനുഷ്യൻ, യഹോവയുടെ പ്രവാചകന്മാർക്ക് വലിയ തോതിൽ ഉപദ്രവം ചെയ്ത ആളായിട്ടാണ് ഈ ആഹാബ് രാജാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏലിയാവ് സങ്കടത്തോടെ പറയുന്നൊരു കാര്യം രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ടല്ലോ, നിങ്ങളും വായിച്ചിട്ടുള്ളതാണ്. ഏലിയാവ് സങ്കടത്തോടെ പറയുകയാണ്, യഹോവയുടെ പ്രവാചകന്മാരെ എല്ലാം അവർ കൊന്നുകളഞ്ഞു, ഉള്ളതിൽ ഞാൻ ഒരുത്തൻ മാത്രം ഇവിടെ അവശേഷിച്ചിരിക്കുന്നു, ബാക്കിയുള്ളവരെ എല്ലാം കൊന്നുകളഞ്ഞു എന്നാണ് ഏലിയാവ് സങ്കടത്തോടെ പറയുന്നത്. അപ്രകാരം ദൂഷിതമായ മനസ്സുള്ള ഒരാളാണ് ആഹാബ് രാജാവ്. താൻ ഒറ്റയ്ക്ക് പാപം ചെയ്യുന്നത് പോരാ എന്ന് തോന്നിയിട്ട് തന്നോളം ദൂഷിതമായ മനസ്സുള്ള ഒരു സ്ത്രീയെ തന്നോട് കൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കുകയും ഇസബേലിനെ തിരഞ്ഞെടുക്കുകയും അവരിരുവരും ചേർന്ന് യഹോവയുടെ യാഗപീഠങ്ങളെ ഇടിച്ചു കളയുകയും ചെയ്ത ചരിത്രമാണ് നാം ഇവിടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ക്രൂരനാകുന്ന രാജാവിൻ്റെ മുമ്പിലാണ് യാതൊരു ഭയവും കൂടാതെ ഏലിയാവ് ചെന്നിട്ട് പറയുന്നത്, ഇനി നിന്റെ ദേശത്ത് മഴയും മഞ്ഞും ഒന്നും ഉണ്ടാവുകയില്ല, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയുടെ നാമത്തിലാണ് ഇത് പറയുന്നതെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതാണ് ഈ പ്രവാചകന്റെ പ്രത്യേകതയായി, ഈ പ്രവാചകന്റെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തുന്നതിൻ്റെ പ്രധാന കാരണമായി തിരുവചനം സാക്ഷിക്കുന്നത്. അവൻ ദൈവത്തെ ഭയപ്പെട്ടു, എന്നാൽ ഭരണാധിപന്മാരെ അവൻ ഭയപ്പെട്ടില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ അവൻ തീക്ഷ്ണതയോടെ ജ്വലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ പരമപ്രധാനമാകുന്ന ഉദ്ദേശം എന്താണ്? പഴയ നിയമപുസ്തകം പഠിക്കുമ്പോൾ പ്രത്യേകമായി പഴയ നിയമത്തിൻ്റെ സന്ദേശങ്ങളായി 2 കാര്യങ്ങൾ മാത്രമേ പറയുവാനായിട്ടുള്ളൂ. ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ദൈവത്തെ പ്രതി തീക്ഷ്ണതയോടെ ജ്വലിക്കുക. ഈ 10 കൽപ്പനകൾ കൊടുത്തതും ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണ യാത്രയിൽ പകലും രാത്രിയും അവരോട് കൂടെ നടന്നതും അവർക്ക് പ്രവാചകന്മാരെ കൊടുത്തതും അവരോടൊപ്പം നടന്നതും അവർക്ക് വിശപ്പിന് ആഹാരം കൊടുത്തതും ദാഹിക്കുമ്പോൾ കുടിക്കുവാൻ തക്കവണ്ണം കൊടുത്തതും അവർക്ക് ഉപദേശങ്ങൾ നൽകിയതും എല്ലാം എന്തിനു വേണ്ടിയാണ്? ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ഞാനാകുന്നു സത്യദൈവം, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. എൻ്റെ നാമത്തിൽ തീക്ഷ്ണതയോടെ നീ ജ്വലിക്കുക, എന്നെ പ്രതി നീ ജീവിക്കുക. അതാണ് അവർക്ക് നൽകിയ ഒന്നാമത്തെ സന്ദേശം, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധ്യമാകുന്ന ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ദൈവനാമത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ ജ്വലിക്കുക. രണ്ടാമതായ ഒരു സന്ദേശം കൂടിയുണ്ട്. അത് ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ ഒക്കെ പറയുന്നതാണ്. സീക്ക് ദ ഫേസ് ഓഫ് യുവർ ലോർഡ്. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ മുഖം അന്വേഷിക്കുക. രണ്ടാമതായുള്ള സന്ദേശം അതാണ്. നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ദൈവമായ യഹോവയുടെ
മുഖം അന്വേഷിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ നാമത്തിൽ തീക്ഷ്ണതയോടെ ജ്വലിക്കുവാനും അതിനോടൊപ്പം തന്നെ അവൻ്റെ മുഖം അന്വേഷിക്കുവാനും നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നിർഭാഗ്യവശാൽ നമ്മുടെ ഇടങ്ങളിൽ സംഭവിച്ചു പോകുന്നത് എന്താണ്? നമ്മുടെ ഇടങ്ങളിൽ സംഭവിച്ചു പോകുന്നത് ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ദൈവനാമത്തിന് വേണ്ടിയുള്ള ജ്വലനം വല്ലാതെ നഷ്ടമായി പോയൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. അത്രയും ഈ ബുദ്ധന്മാർ പറയാറുണ്ട്, ഒരു മനുഷ്യനെ ഈ ലോക ജീവിതത്തിൽ വികൃതിയുള്ളവനാക്കുന്നത്, അശുദ്ധനാക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. നമ്മുടെ തീക്ഷ്ണതകളെ കെടുത്തിക്കളയുന്നത്, നമ്മുടെ ദൈവചിന്തയെ ഇല്ലാതെയാക്കുന്നത്, നമ്മുടെ ജ്വലനങ്ങളെ നശിപ്പിച്ച് കളയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നാമതായി അവർ പാഠം ഓതുന്നത് സുഖമാണ്. സുഖത്തിന് വേണ്ടിയുള്ള അനിയന്ത്രിതമാകുന്ന അന്വേഷണങ്ങൾ. ഈ കാലത്ത് പൊതുവെ നമുക്ക് വിവക്ഷിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് 2 കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ലോകം എന്നുള്ളതാണ്. ഒന്നാമതായി നാം പോകുന്നത് മുഴുവനും ഭക്ഷണം, അതാണ് പ്രധാനപ്പെട്ടത്. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എവിടെയാണ് കിട്ടുന്നതെന്നുള്ള അന്വേഷണമാണ്, ഭുജിക്കുക. അതാണ് ഒരുമാതിരിപ്പെട്ട മനുഷ്യരെയൊക്കെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത. രണ്ടാമതായുള്ള ചിന്ത ഭോഗിക്കുക എന്നുള്ളതാണ്. ഭുജിക്കുക, ഭോഗിക്കുക എന്നുള്ളതിനപ്പുറമായി യാതൊന്നും വിഷയീഭവിക്കാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അത്രയും ലജ്ജയായതെല്ലാം മാനമായതെന്ന് തോന്നുന്ന ഒരു കാലം. കുറെ കൂടെ ഭംഗിയായി പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറെ കൂടെ ഭംഗിയായി ആ കാര്യം മനസ്സിലാകും. പഴയ കാലത്തൊക്കെ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഗോപ്യമായി ചോദിച്ചിരുന്നെങ്കിൽ, പഴയ കാലത്തൊക്കെ ഏതെങ്കിലും കാര്യങ്ങൾ അശ്ലീലങ്ങളായി കരുതിയിരുന്നെങ്കിൽ, അവയൊന്നും യാതൊരു പേടിയും കൂടാതെ തിരക്കിട്ട ഒരു സിറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, ആളുകൾ ധാരാളമായി നിൽക്കുന്ന അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് യാതൊരു മടിയും കൂടാതെ ദ്വയാർത്ഥമുള്ള ചോദ്യങ്ങൾ മൈക്ക് വെച്ച് ചോദിക്കാൻ തക്കവണ്ണം ഒരു മടിയും ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയും ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് നേരെ ചൊവ്വ ഉത്തരം പറയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കില്ല. ദ്വയാർത്ഥമുള്ള ചോദ്യങ്ങളാണ്. അതായത് നമ്മുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് ആ ചോദ്യം ചോദിക്കുമ്പോൾ വരുന്ന ഉത്തരം അശ്ലീലം കലർന്ന ഉത്തരം മാത്രമേ വരികയുള്ളൂ. പക്ഷേ അത് ചോദിക്കുവാൻ തക്കവണ്ണം ഒരു മടിയുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ വല്ലാതെ പെരുകുന്ന ഒരു കാലമാണ്. സുഖമാണ് എല്ലായിടത്തും അന്വേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ചിന്തിക്കണം, ദൈവപാതയിൽ നിന്ന്, ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന്, നീതിയുടെ പാതയിൽ നിന്ന്, വിശുദ്ധിയുടെ പാതയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നത് സുഖത്തിന് വേണ്ടിയുള്ള അനിയന്ത്രിതമാകുന്ന താല്പര്യങ്ങളാണ്. നമ്മുടെ കർത്താവിനെ നോക്കുക. സുവിശേഷത്തിൽ കിടന്നുറങ്ങുവാൻ തക്കവണ്ണമുള്ള ഏതെങ്കിലും ഒരു സൗകര്യത്തിൻ്റെ നൽകുന്ന ദാനം പോലും യേശുക്രിസ്തു സ്വീകരിച്ചിരുന്നില്ല. അവനെ മിക്കപ്പോഴും കാണുന്നത് എവിടെയാണ്? വലിയ മണിമേടകളിലൊന്നും ആയിരുന്നില്ല. നമ്മുടെ കർത്താവിനെ കാണുന്നത് ചുങ്കസ്ഥലത്ത്, തെരുവീതികളിൽ, ജനങ്ങൾ മിനക്കെട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ, അതിനോടൊപ്പം തന്നെ വഞ്ചിയുടെ അമരത്ത്, ഇങ്ങനെയുള്ള സാധാരണമാകുന്ന ഇടങ്ങളിലാണ് ക്രിസ്തു കഴിഞ്ഞത്. അത്രയും സുഖത്തിൻ്റെ പിന്നാലെ പോയ ക്രിസ്തുവിനെ നമ്മൾ എവിടെയും കാണുന്നില്ല. ബുദ്ധന്മാർ രണ്ടാമതായി പാഠമോതുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജ്വലനവും നിങ്ങളുടെ ജീവിതത്തിന് ദൈവം നൽകിയിട്ടുള്ള നിർമ്മലതയും ഒക്കെ നഷ്ടമായി പോകാതെ ഇരിക്കണമെങ്കിൽ രണ്ടാമതായി നിങ്ങൾ അകലം പാലിക്കേണ്ടത് സമ്പത്തിനോടാണ്. സമ്പത്തിനോട് ആഭിമുഖ്യം കൂടുന്നു എന്നുള്ളത് ഈ കാലത്തിൻ്റെ വലിയ വലിയ കുഴപ്പമാണ്. ചില മനുഷ്യരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ 2-3 തലമുറയ്ക്ക് കഴിയുവാൻ തക്കവണ്ണമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അവർ സമ്പത്തിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരെ നമ്മുടെ ഇടങ്ങളിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. യേശുദമ്പുരാൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് നാണയമെടുക്കുന്ന അത്ഭുതമാണ്. പക്ഷേ അവിടെ ബാക്കിയുള്ളതെല്ലാം ഇൻ അബണ്ടൻസ് ആണ്. ഒന്ന് നേരെ എത്ര അധികമായാണ് യേശുക്രിസ്തു വർദ്ധിപ്പിച്ചത്. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോഴും ബാക്കിയുള്ള അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം ഇൻ അബണ്ടൻസ് ആണ്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം യേശുക്രിസ്തു വളരെ ലുബ്ധനായി പോയി എന്ന് നമുക്ക് തോന്നാം. അത് വേറെ ഒന്നിലുമല്ല, നാണയത്തിൻ്റെ കാര്യത്തിലാണ്. മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് നാണയം എടുക്കുമ്പോൾ പറയുന്നത് അതിൻ്റെ വായിൽ ഒരു എസ്തീറ കാണും, അത് നിനക്കും എനിക്കും വേണ്ടി മാത്രം കൊടുക്കുക എന്നാണ് ശിഷ്യന് കൊടുക്കുന്ന ഉപദേശം. വേറെ ഒരാൾക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു കാര്യമൊന്നും യേശുക്രിസ്തു പാഠമോദി നൽകിയിട്ടില്ല. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ എവിടെയെങ്കിലും അല്പം കുറവുള്ള ഭാഷയായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണ യാത്രയുമായി ബന്ധപ്പെട്ട ഒരിടത്താണ്. അതിങ്ങനെയാണ്: ആകാശത്തു നിന്ന് മന്ന ധാരാളമായി പൊഴിഞ്ഞപ്പോൾ ജനങ്ങൾ അവരവരുടെ സ്വഭാവം കാണിച്ചു, അവരിതെല്ലാം കൂടെ കൂട്ടിവെക്കുവാൻ തക്കോണം തുടങ്ങി.
കൂട്ടിവെക്കാൻ തുടങ്ങിയപ്പോൾ കൂട്ടിവെച്ച മന്നയ്ക്ക് സംഭവിച്ച പരിണാമം എന്താണെന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: കൂട്ടിവെച്ചതെല്ലാം ക്രമിച്ച് നാറി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ അനിയന്ത്രിതമായി ആസക്തികളോടെ എന്തൊക്കെ കൂട്ടിവെക്കുന്നുണ്ടോ, സമ്പത്ത് കൂട്ടിവെക്കുന്നുണ്ടോ, അതൊന്നും ഉപയോഗിക്കുവാൻ തക്കവണ്ണം സാധ്യമായി എന്ന് വരികയില്ല. നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള മിക്കവാറും പ്രദേശങ്ങളിൽ, ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ, മിക്കവാറും ഭവനങ്ങളിൽ ബഹളത്തിനും അടിക്കും കാരണമായി തീർന്നത്, കേസുകൾക്കും വ്യവഹാരങ്ങൾക്കും ഒടുങ്ങാത്ത തർക്കങ്ങൾക്കും കാരണമായി തീർന്നിട്ടുള്ള എന്താണെന്നറിയാമോ? അനിയന്ത്രിതമായ സമ്പത്ത് അപ്പനും അമ്മയും കൂട്ടിവെച്ചു എന്നുള്ളത് കൊണ്ടാണ്. മക്കൾ പിന്നീട് അവരുടെ കാലത്തിന് ശേഷം പരസ്പരം പോരടിക്കുകയാണ്, വഴക്കിടുകയാണ്, പരസ്പരം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഈ സമ്പത്ത് എന്ന് പറയുന്ന ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ സംഖ്യയുടെ കളിയാണ്. അത് ഓർത്തുകൊള്ളണം. ഈ കോടീശ്വരന്മാരൊക്കെ 1 CR 2 CR 3 CR എന്നിങ്ങനെ പറയാറുള്ളൂ. നമ്മളെപ്പോലെ ഇങ്ങനെ അരിപ്പിച്ചെണ്ണി 1,20,000 രൂപ എന്നൊന്നും പറയുന്ന ഒരവസ്ഥ അവർക്കില്ല. അവർക്ക് പിന്നെ സംഖ്യയുടെ കളി മാത്രമാണ് ഉള്ളത്. നിങ്ങൾക്കറിയാമോ, ഈ ഭാരത പാരമ്പര്യത്തിൽ നമുക്കറിയാം, മഹാഭാരത യുദ്ധം നടക്കുന്നതാകുന്ന സമയത്ത് അർജുനൻ ഇങ്ങനെ തേരിൽ തളർന്നു കിടക്കുകയാണ്. കാരണം എതിർവശത്ത് നിൽക്കുന്ന മനുഷ്യരെല്ലാം എൻ്റെ ഗുരുക്കന്മാരാണ്, അവരെ എങ്ങനെയാണ് ഞാൻ എയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വിഷണ്ണനായി നിൽക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമാണല്ലോ ഗീതോപദേശം. ഈ ഗീതോപദേശത്തിൽ 2 വരികൾ ഇങ്ങനെയാണ്. അർജുനോട് പറയുകയാണ്: അർജുന, രുധിരപ്രതിഗ്ധങ്ങളല്ലാത്ത അർത്ഥകാമങ്ങളുണ്ടോ? മലയാളത്തിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ: ചോര പുരളാത്ത സമ്പത്തും അധികാരവും ഒക്കെ ആരുടെ കയ്യിലാണ് ഉള്ളത്? ഇതെക്കാലവും ഉള്ളൊരു ചോദ്യമാണ്. നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ അനേകർക്ക് കൊടുക്കാതെ പിടിച്ചു പറിച്ചു വെച്ചിരിക്കുന്നതുണ്ട്, അനേകർക്ക് കൊടുക്കാതെ നമ്മുടേത് മാത്രമാക്കി വെച്ചിരിക്കുന്നുണ്ട്, സഹോദരന് നീതിപൂർവ്വം കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട്, അപ്പനെയും അമ്മയും പുറത്താക്കിയിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതിലെല്ലാം അനേകരുടെ ചോരയും വിയർപ്പിൻ്റെ ഗന്ധവും ഉണ്ട് എന്നുള്ളത് നാം ഓർത്തുകൊള്ളണം. അതുകൊണ്ട് സമ്പത്ത് ശാശ്വതമാണെന്ന് ആരും വിചാരിച്ച് കളയരുത്. സമ്പത്ത് ജീവിക്കുവാൻ ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് സമ്പത്ത് കൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നും ഒരു മനുഷ്യനും ഈ കാലം അത്രയും ഉണ്ടായിട്ടില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജ്വലനങ്ങളെ നഷ്ടമാക്കി കളയുന്നത് സമ്പത്തിനോടുള്ള അമിതമാകുന്ന താല്പര്യമാണ്. മൂന്നാമതായി ഒരു കാര്യം കൂടെ ബുദ്ധന്മാർ പാഠം ഓതുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, അധികാരമാണ്. നിങ്ങൾ അധികാരത്തിലേക്ക് വല്ലാതെ ഇഴുകിച്ചേർന്ന് നിന്നാൽ അത് നിങ്ങളെ വല്ലാതെ ജീർണിപ്പിച്ച് കളയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അധികാരം ചില മനുഷ്യരെ വല്ലാതെ ദുഷിപ്പിച്ചിട്ടുണ്ട്, വല്ലാതെ ദുഷിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. യേശുതമ്പുരാൻ ഇതിന് സുന്ദരമാകുന്ന ഒരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് നിൽക്കുമ്പോൾ അവരെല്ലാം കൂടി യേശുവിനെ പിടിച്ച് രാജാവാക്കുവാൻ തക്കവണ്ണം ഭാവിച്ചു. ഉടനെ യേശു ചെയ്തത് എന്താണെന്ന് വിശുദ്ധ യോഹന്നാൻ സുന്ദരമായി എഴുതുന്നുണ്ടല്ലോ. യേശുതമ്പുരാൻ എന്ത് ചെയ്തു? അവരുടെ ഇടയിൽ നിന്ന് മാറി കടന്നുപോയി. നമ്മുടെ ഈ ലോകത്തിലെ ജ്വലനങ്ങളെ ഇല്ലാതെയാക്കുന്നത് ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. സുഖത്തോടുള്ള അമിതമാകുന്ന താല്പര്യം. ചിലയിടങ്ങളോട് നമുക്ക് വല്ലാത്ത താല്പര്യങ്ങളുണ്ട്, ചിലയിടങ്ങളോട്. അതൊരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നുവെങ്കിൽ ചിലയിടങ്ങളിൽ നിന്ന് യാത്രയായേ മതിയാവുകയുള്ളൂ. കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിശുദ്ധ മത്തായി ചേർക്കപ്പെടുമ്പോൾ അവൻ ചുങ്കസ്ഥലത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു. സബദിപുത്രന്മാർ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ചേർക്കപ്പെടേണ്ടി വന്നപ്പോൾ അവർ വഞ്ചിയും വലയും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. സഖായി ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാനും അവൻ്റെ ഭവനം രക്ഷയുടെ ഭവനമായി മാറുവാനും തക്കവണ്ണം അത്തിമരം ഉപേക്ഷിക്കേണ്ടി വന്നു. അതുമാത്രമല്ല, അവൻ അതുവരെ ജീവിച്ചിരുന്ന ജീവിത ചുറ്റുപാടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. മഗ്ദലന മറിയം ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം വേശ്യാലയത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. ധൂർത്തപുത്രൻ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം നിമിത്തമായി തീർന്നത് അവൻ അതുവരെ ജീവിച്ച ചേലില്ലാത്ത ജീവിതചര്യകളെ, ജീവിത രീതികളെ ഉപേക്ഷിക്കേണ്ടി വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ചിലതൊക്കെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം സാധിച്ചാൽ സ്വയമേവേ നമുക്ക് ക്രിസ്തുവിനെ പ്രതി കത്തിജ്വലിക്കുവാൻ തക്കവണ്ണം സാധിക്കും. യാതൊരു സംശയവും വേണ്ട. ഈ ലോകം നാം ആകുന്ന കനലിന്മേൽ വല്ലാതെ ചാരം കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. എന്നാൽ അതിനെ നൂതി തെളിയിച്ചാൽ അത് നല്ല കനലായി ശോഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും എന്നുള്ളതിന് സംശയം വേണ്ട. ഇങ്ങനെ കനലായി ഊതി തെളിയിക്കപ്പെട്ടവരായി അനേകർക്ക് പ്രകാശം കൊടുക്കുന്നവരായി നമുക്ക് മാറണമെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്വലിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ചില കാര്യങ്ങളൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് നമ്മളങ്ങ് പറയുകയാണ്, ഞങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ജ്വലിക്കുന്നവരാണെന്ന്. അതിലൊന്നാമതായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ഞങ്ങൾ ആത്മീയരാണെന്ന് സ്ഥാപിക്കാൻ തക്കവണ്ണം നമ്മൾ ഉപയോഗിക്കുന്ന പോംവഴി എന്താ? ഞങ്ങൾ ഭക്തി ജീവിതം
നയിക്കുന്നവരല്ലേ? ഞങ്ങൾ ഭക്തി ജീവിതം നയിക്കുന്നവരല്ലേ? ഭക്തി ജീവിതം നയിക്കുന്നവരെല്ലാവരും ആത്മീയരാണ് എന്ന് വിചാരിച്ചു പോകരുത്. നമ്മളെല്ലാം ഭക്തി ജീവിതം നയിക്കുന്നവരാണ്. നിങ്ങളുടെ തൊട്ടടുത്ത അയൽപ്പക്ക ഭവനങ്ങളോട് ചോദിച്ചാൽ നിങ്ങളെല്ലാം ഭക്തന്മാരാണെന്നേ പറയുകയുള്ളൂ. പള്ളിയിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളെല്ലാം ആദ്യം ഇറങ്ങിച്ചെല്ലുന്നവരാണ്, പ്രാർത്ഥനാ യോഗങ്ങളിൽ പോകുന്നവരാണ്, മീറ്റിങ്ങുകളിൽ കൂടി വരുന്നവരാണ്, അതിനോടൊപ്പം തന്നെ ആരാധനയ്ക്ക് ചേർന്ന് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഭക്തി ജീവിതമുണ്ട്. ഭക്തി ജീവിതം നമുക്കില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. പക്ഷേ ഈ കാണുന്നത് മാത്രമല്ല, സ്പിരിച്വാലിറ്റി ഈസ് ഈക്വൽ ടു ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാത്രമല്ല, കാണുന്നത് മാത്രമല്ല ആത്മീയത. ഇതിനപ്പുറത്ത് യേശുക്രിസ്തുവിനോട് ചേർന്നായിരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നൊരു അനുഭവം ഉണ്ടാകണം. യേശുക്രിസ്തു മാർത്തയോട് പറയുന്നുണ്ടല്ലോ, മാർത്ത മാർത്ത, നീ പലവിധ കാര്യങ്ങളെ ചൊല്ലി ആകുലയായിരിക്കുന്നു, വേണ്ടത് ഒന്നേ ഉള്ളൂ, അത് ഗുരുവിൻ്റെ പാദപീഠത്തിൽ സാവധാനം സാവകാശമായി ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ദൈവവുമായി അഗാധമായി എന്ത് ബന്ധമുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഭക്തി ജീവിതം പരിശോധിക്കപ്പെടേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് യൂദ ഒഴിഞ്ഞുപോയ ഒഴിവിലേക്ക് പുതിയൊരു ശിഷ്യനെ തെരഞ്ഞെടുത്തപ്പോൾ ഒറ്റ കണ്ടീഷനെ ബാക്കിയുള്ള ശിഷ്യന്മാർ പറഞ്ഞുള്ളൂ. അത് അപ്പോസ്തല പ്രവർത്തികളിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തലുണ്ട്. അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന കാലത്തെല്ലാം യോഹന്നാൻ്റെ സ്നാനം മുതൽ ഇതെല്ലാം കാണുകയും ഇതെല്ലാം കേൾക്കുകയും ചെയ്ത അനുഭവജ്ഞാനമുള്ള ഒരുവനെ ശിഷ്യഗണത്തിലേക്ക് തിരഞ്ഞെടുക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കാൻ്റെ കോണമുള്ള അടിസ്ഥാനപരമായ യോഗ്യത എന്താ? അത് അനുഭവജ്ഞാനമാണ്. ക്രിസ്തു ആരാണെന്ന് അറിയുവാൻ തക്കവണ്ണം ഇടയാകണം. 70-80 വർഷം ഇവിടെ ജീവിച്ചില്ല എന്നുള്ളതല്ല. അതിനേക്കാൾ പരമപ്രധാനമായി ഉള്ളത്, എനിക്ക് ക്രിസ്തുവിനെ അറിയാമോ, ക്രിസ്തുവിന് എന്നെ അറിയാമോ? ഈ ചോദ്യത്തിന് നീതിപൂർവമായ ഉത്തരം കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്നൊരു പരാമർശമുണ്ട്. യേശുദമ്പുരാൻ്റെ അരികിൽ കുറേ പേര് വന്ന് നിൽക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ക്രിസ്തുവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ ഒത്തിരി കാര്യം ചെയ്തു എന്ന് അവർ പറയുന്നുണ്ട്. ഉടനെ യേശു അവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഉടനെ അവരവൻ്റെ മനസ്സുണർത്തിക്കുവാൻ തക്കവണ്ണം ഒത്തിരി കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. നീ ഞങ്ങളുടെ തെരുവീതികളിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ യേശുദമ്പരല്ല ഈ അൾഷിമേഴ്സ് ബാധിച്ച മനുഷ്യരെ പോലെയാണ് അവരോട് ഇടപെട്ടത്. യേശു പറയുകയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടുപോകുവീൻ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം അവൻ്റെ നാമത്തിൽ പല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവരാണ്, ഓടി നടക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ ആത്മീയരാണെന്ന് അവകാശപ്പെടുന്നവരാണ്. ഈ പറയുന്ന ക്രിസ്തുവിന് നമ്മെ അറിയാമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ക്രിസ്തുവിന് നമ്മെ അറിയണമെങ്കിൽ അവൻ്റെ നാമത്തിൽ ജ്വലിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. അതിലൊന്നാമതായി ഉള്ളതാണ് ജ്വലനം. രണ്ടാമതായി ഉള്ളത് അവൻ്റെ മുഖം അന്വേഷിക്കുക എന്നുള്ളതാണല്ലോ. അവൻ്റെ മുഖം അന്വേഷിക്കുക. ദിനവൃത്താന്ത പുസ്തകത്തിൽ കൃത്യമായി ഒരു രേഖപ്പെടുത്തലുണ്ട്. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കുവാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുക്കുക. ഇംഗ്ലീഷ് പരിഭാഷയിൽ 2 കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കുവാൻ ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടത് അറ്റൻഷൻ ഓഫ് ദ മൈൻഡ്, മനസ്സുകൊണ്ടൊരു ശ്രദ്ധ വേണം. 2 അഫെക്ഷൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയം കൊണ്ട് അടുപ്പമുണ്ടാകണം. മനസ്സുകൊണ്ടുള്ള ശ്രദ്ധയും ഹൃദയം കൊണ്ടുള്ള അടുപ്പവും ആർക്കൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം മുമ്പിൽ നമ്മുടെ അരുമനാഥൻ വെളിപ്പെട്ടു വരും, സംശയം വേണ്ട. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ സുന്ദരമാകുന്ന വിവരണമുണ്ട്. യേശുദമ്പുരാൻ്റെ പുനരുദ്ധാന പുലരിയുടെ വിവരണമാണ്. യേശുദമ്പുരാൻ്റെ പുനരുദ്ധാന പുലരിയിൽ ആ സ്ത്രീകൾ അവനെ പൂശുവാൻ തക്കവണ്ണ സുഗന്ധദ്രവ്യങ്ങളുമായി കടന്നു ചെല്ലുന്നുണ്ട്. അവരുടെ മുമ്പിലെ വലിയ ഭാരമായിരുന്നു. ആര് ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റും? അവരുടെ മുമ്പിലെ വലിയ ഭാരമാണ്. അവർ ചെന്ന ഉടനെ കല്ല് അവിടെ നിന്ന് ഉരുട്ടി മാറ്റപ്പെട്ടതായി കണ്ടു. ഉടനെ ഈ സ്ത്രീകൾ കല്ലറയ്ക്കുള്ളിലേക്ക് കയറി നോക്കിയില്ല. അവരെന്ത് ചെയ്തു? ഓടിച്ചെന്ന് കർത്താവിൻ്റെ 2 ശിഷ്യന്മാരാകുന്ന പത്രോസിനെയും യോഹന്നാനെയും വിവരം അറിയിച്ചു. ഈ 2 ശിഷ്യന്മാരും ഓടി വന്ന് അവർ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കിയപ്പോൾ ശീലകളല്ലാതെ വേറെ ഒന്നും കണ്ടില്ലെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഉടനെ തന്നെ ചെയ്തത് എന്താണ്? വിശുദ്ധ യോഹന്നാൻ കൃത്യമായി എഴുതുന്നുണ്ട്. ഇതിന് സാക്ഷ്യം വഹിച്ച ആൾ, അനുഭവിച്ച ആളാണല്ലോ എഴുതിയേ. യോഹന്നാൻ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: അവർ വന്നതുപോലെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു വന്നതുപോലെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ എന്നിട്ടും ആ കല്ലറയുടെ വാതിൽ നിന്ന്
മനസ്സുകൊണ്ട് ആ കല്ലറയ്ക്കുള്ളിൽ ഉള്ളവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സ്ത്രീ പോകുന്നില്ല. അത് വേറെ ആരും അല്ല, നമ്മൾ ഗണികയെന്ന് വിളിച്ച്, തെരുവ് പെണ്ണെന്ന് വിളിച്ച്, സമൂഹം പടിക്ക് പുറത്ത് നിർത്തിയ മഗ്ദലന മറിയമാണ്. അവൾ അവിടെ നിന്ന് പോകുന്നില്ല. അവൾ ആ കല്ലറയുടെ അരികിൽ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ്. മനസ്സുകൊണ്ടുള്ള അടുപ്പമുണ്ട്, അതിനോടൊപ്പം തന്നെ ഹൃദയം കൊണ്ടുള്ള അഗാധമാകുന്ന താല്പര്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, മരിച്ച് 3 ദിവസങ്ങൾ കഴിഞ്ഞ മധ്യപൂർവ്വദേശത്തെ ചൂടാണ്. നമുക്കിവിടെ ഒരു 37-38 ഡിഗ്രി ചൂട് വന്നപ്പോൾ നമുക്ക് സഹിക്കാൻ വയ്യ. മധ്യപൂർവ്വദേശത്തെ ചൂട് എത്ര വലുതാണ്. അവിടെയാണ് ശരീരമാസകലം മുറിവേൽക്കപ്പെട്ട് കല്ലറയ്ക്കുള്ളിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ട മൃതനായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് 3 ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നത് ദുർഗന്ധമാണ്. ലാസറിൻ്റെ സഹോദരിമാർ അതുകൊണ്ടാണല്ലോ കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, കല്ലറ എന്തിനാ തുറക്കുന്നത്, അഴുകി നാറ്റം വെച്ചിട്ടുണ്ടാകും. അങ്ങനെയാണ് കർത്താവിനോട് ലാസറിൻ്റെ സഹോദരിമാർ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് സ്വാഭാവികമായും ദുർഗന്ധമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ആ അഴുകി നാറ്റം വെച്ച കല്ലറയുടെ മുമ്പിലും മനസ്സുകൊണ്ട് ആ കല്ലറയെ അതുവരെയും ശ്രദ്ധയുള്ളത് കൊണ്ടാണ് പുരുഷന്മാരെല്ലാം പോയി ഭംഗിയായി ഉറങ്ങിയ ആ പുലർകാലത്തിൽ, ഇരുട്ടോടുകൂടെ പോയി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്, ആ പുലർകാലത്തിൽ ആ സ്ത്രീകൾ എന്തുകൊണ്ടാണ് കല്ലറയിലേക്ക് പോയത്? അവരുടെ മനസ്സ് മുഴുവൻ കിടന്നത് ആ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്ന മനുഷ്യനിലുള്ള ശ്രദ്ധയിലാണ്. അതുകൊണ്ടാണ് അവർക്ക് പോകാൻ സാധ്യമാകാതെ ഇരുന്നത്. അവർക്ക് കിടന്നുറങ്ങാതെ അവർ വളരെ പുലർച്ചയിൽ തന്നെ കല്ലറയുടെ അരികിലേക്ക് എത്തിയത്. കല്ലറയുടെ അരികിലേക്ക് അവർ എത്തി നിൽക്കുന്നു. ആ കല്ലറയ്ക്കുള്ളിലുള്ള മനുഷ്യനോട് അഗാധമാകുന്ന താല്പര്യവും മഗ്ദലന മറിയത്തിനുണ്ട്. അതുകൊണ്ടാണല്ലോ അവൾ കല്ലറയുടെ അരികിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തോട്ടക്കാരനായി യേശുക്രിസ്തു അരികിൽ അവിടെ നിൽക്കുകയാണ്. ഉടനെ ഈ തോട്ടക്കാരൻ ഈ സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: സ്ത്രീയെ, നീ എന്തിന് കരയുന്നു? രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം, സ്ത്രീയെ, നീ ആരെ തിരയുന്നു? ഈ 2 ചോദ്യവും കേൾക്കുവാൻ തക്കവണ്ണം ഭാഗ്യമുണ്ടായത് ഈ കല്ലറയെ ശ്രദ്ധിച്ച, കല്ലറയ്ക്കുള്ളിലുള്ളവനോട് അഗാധമാകുന്ന പ്രണയം കാത്തു സൂക്ഷിച്ച ഒരു സ്ത്രീക്കാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ അരുമനാഥനോട് അപ്രകാരമുള്ള ഒരടുപ്പമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കവനെ കാണുവാൻ, ഈ ലോക ജീവിതത്തിൽ കടന്നു പോകുന്നതിന് മുൻപ് അവനിൽ നിന്ന് കേൾക്കുവാൻ ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ജ്വലനങ്ങളെ കെടുത്തിക്കളയുന്ന സമ്പത്തിനോട്, അധികാരങ്ങളോട്, ലോകപരമാകുന്ന സുഖങ്ങളോട് ഒക്കെ ഒരവധി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെ അവന് വേണ്ടി ജ്വലിക്കുവാൻ തക്കവണ്ണം പോകാം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തോളം സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. എന്നാൽ നമ്മുടെ ഇടങ്ങളിൽ നടന്നു പോകുന്നത് എന്താണ്? നമ്മുടെ ജ്വലനങ്ങളെല്ലാം നഷ്ടമായി പോകുന്നു. ഇബ്സൻ്റെ ഒരു നാടകമുണ്ട്, ബ്രാൻഡ് എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. ഈ ബ്രാൻഡ് എന്ന് പറയുന്ന നാടകത്തിൽ ആ പുരോഹിതൻ്റെ പേരും ബ്രാൻഡ് എന്നാണ്. ഒരു കൊച്ചുപള്ളിയിലെ പ്രായമുള്ളൊരു അച്ഛനാണ്. കൊച്ചുപള്ളിയാണെങ്കിൽ നമുക്കറിയാമല്ലോ, 10 വീട്ടുകാരാണെങ്കിലും 10 അഭിപ്രായമായിരിക്കും. ഈ പ്രായമെത്തിയ വൈദികന് തൻ്റെ ആരാധനാ മധ്യത്തിൽ ഇങ്ങനെ ദർശനങ്ങളുണ്ടാകും. അദ്ദേഹം അങ്ങനെ അവകാശപ്പെടുന്ന ആളാണ്. ധാരാളം ദർശനങ്ങൾ എനിക്ക് ലഭിക്കുന്നു എന്ന് അവകാശപ്പെടുന്നൊരു വൈദികനാണ്. ഈ മനുഷ്യനൊരു ദർശനം കണ്ട ആരാധനയ്ക്കിടയിൽ, നീ നിൻ്റെ ഇടവകയിലെ ആടുകളെ വിളിച്ചുകൊണ്ട് ഈ വലിയ കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോവുക, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആരാധന പൂർത്തീകരിച്ചിട്ട് അച്ഛൻ തിരിഞ്ഞു നിന്നിട്ട് ഈ ജനത്തോട് പറഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞു, ഇതാ ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോവുക, അവിടെ വെച്ച് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു, നിങ്ങളും എൻ്റെ കൂടെ യാത്രികരായി വരിക എന്ന് പറഞ്ഞു. ഉടനെ ഈ മനുഷ്യരെല്ലാം കൂടി ഈ അച്ഛൻ്റെ പിറകെ യാത്ര തുടങ്ങി. നമുക്കറിയാമല്ലോ, ഈ യാത്ര 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പിന്നിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും വിരസത നമുക്കുണ്ടാകും. ഇത് 1 മണിക്കൂർ 2 മണിക്കൂർ മാത്രമല്ല, ദിവസങ്ങൾ പിന്നിട്ടു, ആഴ്ചകൾ പിന്നിട്ടു, മാസങ്ങൾ പിന്നിട്ട് ഇങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ കുന്നിൻ്റെ മുകളിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇവർക്കാവുന്നില്ല. പിന്നെ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന 2 ഗ്രൂപ്പുകളുണ്ടാകും. അച്ഛനോട് കൂടെ നിൽക്കുന്നവരും ഉണ്ടാകും, അച്ഛന് എതിര് പറയുന്ന ആൾക്കാരും ഉണ്ടാകും. ഒരേ വേള വന്നപ്പോൾ ഈ അച്ഛനെ ഭേദ്യം ചെയ്യുവാൻ വരെ ഇവർ ആരംഭിച്ചു. കാര്യം പ്രായമായി മനുഷ്യന് ഭ്രാന്താണ്, കർത്താവിന് ഭ്രാന്താണെന്ന് പറഞ്ഞവരാണ്. പിന്നീട് വൈദികന് ഭ്രാന്തെന്നല്ല, അതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ മനുഷ്യന് ഭ്രാന്താണ്, നമ്മളെ പിടിച്ചുകൊണ്ട് കൊല്ലുവാൻ തക്കവണ്ണം പോവുകയാണ്, നമുക്ക് തിരിച്ചിറങ്ങിപ്പോകാമെന്ന് പറഞ്ഞു. ഒരു കൂട്ടം തിരിച്ചിറങ്ങിപ്പോകാൻ തക്കവണ്ണം തയ്യാറായി. പക്ഷേ തിരിച്ചിറങ്ങിപ്പോകുന്ന മനുഷ്യർക്കിടയിൽ വീണ്ടും ഒരു കൂട്ടമായ ആലോചന നടന്നു. അവർ പറഞ്ഞു, നമ്മൾ മാത്രം ഇറങ്ങിപ്പോയാൽ എങ്ങനെയാണ്? ആ ആളുകൾ, അച്ഛൻ്റെ കൂടെ കയറിപ്പോകുന്ന ആളുകളെ കൂടെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ച് താഴേക്ക് ഇറക്കിക്കൊണ്ടുവരണം. അതങ്ങനെയാണ് എപ്പോഴും മനുഷ്യർ.
നന്മയിൽ ആരെങ്കിലുമൊക്കെ ജീവിക്കാൻ ആഗ്രഹിച്ച എങ്ങനെ അവനെ കൂടെ വലിച്ച് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരുവാണ്ടൊക്കെവണ്ണം ഇടയാവുമെന്നുള്ളതാണ് ആലോചനകൾ അത്രയും. ഈ മനുഷ്യരിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ബുദ്ധിശാലിയായ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇവരെ ഇറക്കിക്കൊണ്ടുവരാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇതൊരു മുക്കുവ ഗ്രാമമാണ്. മുക്കുവ ഗ്രാമമായതുകൊണ്ട് തന്നെ ഈ ആളുകൾ ഉപജീവനം കഴിക്കുന്നത് ഈ മത്സ്യവുമായി ബന്ധപ്പെട്ടാണ്. മത്സ്യമാണ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ വലിയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, താഴെ നിന്ന് ഗ്രാമത്തിൽ നിന്ന് അറിയിപ്പുണ്ടായിട്ടുണ്ട്, നമ്മുടെ ഗ്രാമത്തിലെ നദിയിൽ സാൽമൺ ഫിഷ് ധാരാളം കൂടിയിട്ടുണ്ട്. കുറേ കൂടെ പറഞ്ഞാൽ ഊത്തമീൻ ധാരാളം പെരുകിയിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങി വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ മീനെ പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഉപജീവന കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനൊക്കെ സാധിക്കും. മഹാദർശനങ്ങൾ കാണുവാൻ പോകുന്നവരാണെന്ന് പറഞ്ഞ് ബ്രാൻഡ് എന്ന് പറയുന്ന അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്ത് ഈ മനുഷ്യരെല്ലാം കൂടെ ഈ ഊത്തമീനെന്ന് കേട്ടപ്പോൾ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങി വന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ ഊത്തമീനുകൾക്ക് വേണ്ടിയാണ് വലിയ വലിയ ദർശനങ്ങൾ നഷ്ടമാക്കി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ നഷ്ടമാക്കി കളഞ്ഞ ഒത്തിരി മനുഷ്യരുണ്ട്. പേര് നഷ്ടമാക്കി കളഞ്ഞവരുണ്ട്, വിശുദ്ധി നഷ്ടമാക്കി കളഞ്ഞവരുണ്ട്. അതിനോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള നിലയും സ്ഥാനവും ഒക്കെ നഷ്ടമാക്കി കളഞ്ഞ ആളുകളുണ്ട് ചെറിയ ചെറിയ ഊത്തമീനുകൾക്ക് വേണ്ടി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തിൽ ക്രിസ്തുവിനെ പ്രതിയുള്ള ജ്വലനത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഒന്നിനും കൂട്ടുനിൽക്കുവാൻ ഇടയാകാതെ ഇരിക്കുവാൻ നമുക്ക് ഇടയാകണം. ആദ്യത്തെ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഏലിയാവ് അവരുടെ കാലത്ത് അതിശയമായി മാറിയത്. ഏലിയാവിൻ്റെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തിയതിൻ്റെ കാരണം അവൻ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ ജ്വലിച്ചു എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമതായി, ഏലിയാവ് എന്തുകൊണ്ടാണ് അതിശയമായി മാറിയത്, അടയാളമായി മാറിയത്? അവൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രീതിപ്പെട്ടത് എന്തുകൊണ്ടാണ്? നമുക്ക് സമസ്വഭാവിയായ മനുഷ്യൻ എന്തുകൊണ്ടാണ് അതിശയമായി മാറിയത്? അതിൻ്റെ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ദൈവപരിപാലനയിൽ ഏലിയാവ് അചഞ്ചലമായി വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഹിസ് അൺഷെയ്ക്കൻ ഫെയ്ത്ത് ഇൻ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരിപാലനയിൽ ഇളകാത്ത അവൻ്റെ വിശ്വാസം. ഇത് പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. നമുക്കറിവുള്ള കാരണങ്ങൾ തന്നെയാണ്. ഏലിയാവിൻ്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമാണ്. ആഹാബിനെതിരെ ഹിതകരമല്ലാത്തൊരു സന്ദേശം ഈ മനുഷ്യൻ നൽകി. ഈ സന്ദേശം നൽകിയ മനുഷ്യനെ ദൈവം അങ്ങനെ വലുതായിട്ടൊന്നും കരുതുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ മനുഷ്യനോട് പറഞ്ഞു, നീ കെരീത്ത് തോട്ടിൻ്റെ അരികിൽ പോയിരിക്കുക, തോട്ടിൽ നിന്ന് കിട്ടുന്ന വെള്ളം കോരി കുടിച്ചു കൊള്ളുക, അവിടെ നിന്നെ പുലർത്താൻ തക്കവണ്ണം ഞാനൊരു കാക്കയോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ദൈവം ഏലിയാവിനോട് ആദ്യം പറയുന്നത്. സത്യത്തിൽ ഏലിയാവ് ഈ മഠയത്തരം വിശ്വസിച്ചു എന്ന് തന്നെ പറയണം. ഇപ്രകാരം പറഞ്ഞ് ഈ മഠയത്തരം വിശ്വസിക്കുവാൻ തക്കവണ്ണം സത്യത്തിൽ യഹോവ ഭക്തന്മാർ, ദൈവഭക്തന്മാർ ഇങ്ങനെയാണ്. ലോകത്തിന് ഭോഷത്തരമായി തോന്നുന്ന, മഠയത്തരമായി തോന്നുന്ന പല കാര്യങ്ങളും അവർ വിശ്വസിക്കും. ദൈവത്തെ പ്രതി, എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാണെന്ന് അവർ വിശ്വസിക്കും. ഏലിയാവ് പരാതി പറഞ്ഞില്ല, പിറുപിറുത്തില്ല. കെരീത്ത് തോട്ടിൻ്റെ അരികിലേക്ക് പോയി. കെരീത്ത് തോട്ടിൻ്റെ അരികിലേക്ക് ചെന്നിരിക്കുമ്പോൾ ഏലിയാവിന് കൃത്യമായി അറിയാം, ദേശമെങ്ങും ക്ഷാമം ബാധിക്കുമെന്നാണ് ഞാൻ പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഈ തോട്ടിലെ വെള്ളവും വറ്റിപ്പോകും. തോട്ടിലെ വെള്ളം വറ്റിപ്പോകും, ഞാനും ക്ഷാമത്തിലായി പോകുമെന്ന് അറിയാം. അത് മാത്രമല്ല, എന്നെ പുലർത്താൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ യഹോവ പറഞ്ഞത്. കാക്കയെന്ന് പറയുന്ന മനുഷ്യന് ഭക്ഷണം കൊണ്ടുകൊടുത്ത ചരിത്രം എങ്ങും നമ്മൾ കേട്ടിട്ടില്ല. കയ്യിലുള്ളത് കൂടെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ടുള്ളതേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇത് സംഭവ്യമല്ല എന്ന് ഏലിയാവിന് കൃത്യമായി അറിയാം. പക്ഷേ ആ മൗഢ്യം വിശ്വാസത്തിൻ്റെ പേരിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഏലിയാവിനിടയായി. അവൻ അറിയാം, എൻ്റെ ദൈവം എന്നെ വിഷണ്ണനാകുവാൻ തക്കവണ്ണം വിട്ടുകൊടുക്കുകയില്ല. വിശ്വാസത്തിൻ്റെ തീവ്രതയാണ്. രണ്ടാമതായി ഒരു സാഹചര്യം കൂടെ കാണുന്നുണ്ട്. രണ്ടാമതായി തോട്ടിലെ വെള്ളമൊക്കെ വറ്റിപ്പോയി കഴിയുമ്പോൾ യഹോവയാകുന്ന ദൈവം അവന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നീ എഴുന്നേറ്റ് സൈദോൻ സരഫ്തയിലേക്ക് പോയിക്കൊള്ളുക, അവിടെ നിന്നെ പുലർത്തുവാൻ തക്കവണ്ണം വിധവയോട്, ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അവിടെ ചെല്ലുമ്പോൾ വിധവ പറയുന്നതല്ല എന്താണ്? വിധവ പറയുന്നത് പാടാദുരിതങ്ങളാണ്. വിധവ പറയുന്നത് നമ്മൾ പാട്ടിൽ പാടാറുണ്ടല്ലോ. വിധവ പറയുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ ആകെക്കൂടെ ഈ ഒരു തുരുത്തിയിൽ അല്പം മാവാണുള്ളത്. ഈ മാവെടുത്തിട്ട് എൻ്റെ മകന് കൂടെ ഒരു അപ്പം ചുട്ടു കൊടുത്തിട്ട് ഞാൻ മരിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുകയാണ്. അവിടെയാണ് നീ ഇവിടെ വന്ന് ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അവിടെയും ഏലിയാവ് ഭഗ്നാശനായി പോകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അരക്ഷിതമായ ഒത്തിരി അനുഭവത്തിലേക്ക് നമ്മളെയൊക്കെ ഒരുപക്ഷെ
ദൈവം തള്ളിവിട്ടു എന്ന് വരും. ഈ കെരീത്ത് തോട്ടിന് സമാനമാകുന്ന അനുഭവം ജീവിതത്തിലുണ്ടാകും. നമുക്കറിയാം ഇതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില അവസരങ്ങളിൽ നമ്മളാകെ ഭഗ്നാശരായി പോകുന്ന, നിരാശരായി പോകുന്ന ഒത്തിരി അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകാം. അതിനോടൊപ്പം തന്നെ സരഫ്തയിലെ വിധവയുടെ അടുക്കൽ ചെന്നതുപോലെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമുക്കറിയാം യുക്തി കൊണ്ട് അളന്നാൽ ഇത് നടക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന പല അവസരങ്ങളും നമുക്കുണ്ടാകാം. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ അചഞ്ചലമാകുന്ന ദൈവവിശ്വാസം ആരൊക്കെ പുലർത്തുന്നുണ്ടോ അവരെ പുലർത്തുവാൻ, അവരെ കരുതുവാൻ ദൈവസാന്നിധ്യം കൂടെ ഇറങ്ങി വരും എന്നുള്ളത് ഏലിയാവിൻ്റെ ജീവിതം നമുക്ക് സാക്ഷീകരിച്ച് നൽകുകയാണ്. അതുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞത്, നിൻ്റെ കലത്തിലെ മാവ് കുറയില്ല, കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകും. യാതൊരു സംശയവും വേണ്ട. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ ഇതെല്ലാം സാധ്യമാകുമെന്ന് പറയുവാൻ തക്കോണമുള്ള വിശ്വാസ തീവ്രത ഏലിയാവിന് ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടെന്നുള്ള ചിന്തയൊന്നും അല്ല. തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടെന്ന് പിശാചിന് വരെ അറിയാം. പിന്നെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹ സാന്നിധ്യമാണ് ദൈവം. എരിവെയിലാണെങ്കിൽ തണലായി അവൻ കൂടെ ഉണ്ടാകും, ഇരുട്ടാണെങ്കിൽ പ്രകാശമായി അവൻ കൂടെ ഉണ്ടാകും. ഇതാണ് വിശ്വാസത്തിൻ്റെ നിറവ് എന്ന് പറയുന്നത്. ഏത് സാഹചര്യമാണെങ്കിലും എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടാകും. അരക്ഷിതാവസ്ഥയിൽ ആണെങ്കിലും ദൈവം രക്ഷിക്കുവാൻ തക്കവണ്ണം സഹായകനായി അരികിലുണ്ടാകും. ഈ ബോധം യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തിരുവചനം പരിശോധിച്ച് നോക്കുക. പഴയ നിയമം മുതൽ കൂടെയുള്ള ദൈവത്തെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. കൂടെയുള്ള ദൈവത്തെ പറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, വെയിലാറുമ്പോൾ ആദമിനോടും ഹവ്വയോടും കൂടെ നടക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവം. ഉൽപ്പത്തി വീണ്ടും നമ്മൾ കാണുന്നു, അബ്രഹാമിനോട് ഉറ്റ സ്നേഹിതനോടെന്ന വണ്ണം സംസാരിക്കുന്ന ദൈവം. മോശയ്ക്ക് തൻ്റെ പ്രഭാവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം. അതിനോടൊപ്പം തന്നെ ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണ യാത്രയിൽ പകലും രാത്രിയും കൂടെ നടക്കുന്ന ദൈവം. പുറപ്പാട് ചരിത്രത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ ഈ 40 സംവത്സരക്കാലം അവർ നടന്നപ്പോൾ അവരുടെ കാല് നീര് വെച്ച് വീങ്ങിയില്ല, അവരണിഞ്ഞിരുന്ന വസ്ത്രത്തിൻ്റെ പകിട്ട് മങ്ങിപ്പോയില്ല. കൂടെ നടന്ന ദൈവം. വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതുതന്നെയാണ്. മനുഷ്യരോടുള്ള ഇഷ്ടപ്രകാരം മനുഷ്യരോട് കൂടെ അധിവസിക്കുവാൻ മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിക്കുന്ന ദൈവം. യേശുക്രിസ്തുവിന് കൊടുത്ത പേര് അമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോട് കൂടെ. അങ്ങനെയുള്ള ദൈവത്തെയാണ് കാണുന്നത്. ആരാധനയെ കാണുന്നത് എന്താ? പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ അപ്പത്തെ തിരുശരീരമാക്കട്ടെ, ഈ കാസായിലെ കലർപ്പിനെ രക്തമാക്കട്ടെ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ അപ്പത്തിലേക്ക് ചുരുങ്ങുന്നു, വീഞ്ഞിലേക്ക് ചുരുങ്ങുന്നു. അത് ഭക്ഷിക്കുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ, അത് പാനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരങ്ങളിൽ, അങ്ങനെയായി നമ്മളുടെ ജീവിതത്തിൽ തന്നെ വ്യാപരിക്കുന്ന ദൈവം കൂടെയുള്ള ദൈവമാണ്. ആരാധന കാണിക്കുന്നതും അതുതന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ കൃത്യമായി എഴുതിയിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വചനം ജഡം ധരിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡം ധരിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മളോട് കൂടെ ഇറങ്ങി വന്ന ദൈവം. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ വിസ്മൃതിയിൽ ആയി പോകുന്നുണ്ട്. യേശു പറഞ്ഞ ചെറിയൊരു വാക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ചിന്തിക്കാൻ ധാരാളമായിട്ടുള്ളതാണ്. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും ഉപരിയായുള്ളത് ചെയ്യും. ഞാൻ ചെയ്യുന്നത് ചെയ്യുമെന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞ ഇങ്ങനെയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും ഉപരിയായുള്ളത് ചെയ്യും. ഞാൻ ചെയ്യുന്നതിലും ഉപരിയായുള്ളത് ചെയ്യുവാൻ തക്കോണം നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് വിശ്വാസത്തിൻ്റെ നിറവാണ്. എലിയാവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത, അവൻ വിശ്വാസത്തിൻ്റെ നിറവുള്ളവനായി തീർന്നു. അതുകൊണ്ടിതാ അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തി. ഏറ്റവും അവസാനമായി ഏലിയാവിൻ്റെ ജീവിതം എന്തുകൊണ്ട് അതിശയകരമായി അടയാളമായി മാറുവാനിടയായി? അതിനൊരു കാരണമുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ബലിപീഠത്തോടുള്ള അവൻ്റെ ആത്മസമർപ്പണമാണ്. ആദ്യമായി ഞാൻ പറഞ്ഞു, ദൈവനാമത്തിനു വേണ്ടി അവൻ ജ്വലിച്ചു. 2, ദൈവത്തിൽ കുലുങ്ങാത്ത വിശ്വാസമുണ്ടായി. അരക്ഷിതാവസ്ഥയിലും ദൈവം പുലർത്തുമെന്നുള്ള വിശ്വാസമുണ്ടായി. 3-ാമതായുള്ളത്, ദൈവത്തിൻ്റെ ബലിപീഠത്തെ അവൻ ഇങ്ങനെ ജീവിതത്തോട് ചേർത്തു വെച്ചു. ദൈവത്തിൻ്റെ ബലിപീഠത്തോടൊരു ആത്മസമർപ്പണം ഉണ്ടായിരുന്നു. ഹിസ് ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ ഓൾട്ടർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ബലിപീഠത്തോടുള്ള അവൻ്റെ സമർപ്പണം. ഇത് പറയാൻ തക്കോണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ ദൈവാരാധനയിൽ ജനം തുടർന്നത് വളരെ ചെറിയൊരു കാലത്തേക്ക് മാത്രമാണ്. ദേവാലയവും ആരാധനയും യാഗപീഠങ്ങളും ഒക്കെ ഇടിച്ചു കളഞ്ഞ കാലമാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കൂടുതലും ഉള്ളത്. അതുകൊണ്ടാണ് അവർ ബാബേൽ പ്രവാസത്തിലേക്കൊക്കെ പോകേണ്ടി വന്നത്. ബാബേൽ പ്രവാസത്തിൻ്റെ
പ്രയാസങ്ങളൊക്കെ 137 സങ്കീർത്തനത്തിൽ അവർ പറയുന്നുണ്ടല്ലോ. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുമോ എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളെ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെയെന്നൊക്കെ അവർ വിലപിക്കുന്നത് അവരിങ്ങനെ ബാബേൽ പ്രവാസികളായി പോയപ്പോഴാണ്. ബാബേൽ പ്രവാസികളായി പോകാൻ കാരണം ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ ബലിപീഠം അവർ ഇടിച്ചു കളഞ്ഞ് അവിടെ വേറെ ആരാധന നടത്തി എന്നുള്ളതാണ്. ഏലിയാവ് ചെയ്തൊരു കാര്യം രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: അവൻ യഹോവയുടെ ഇടിഞ്ഞു കിടന്നിരുന്ന യാഗപീഠത്തെ പണിതു, അവിടെ അവൻ ബലിയർപ്പിച്ചു. അവിടെ ബലിയർപ്പിക്കുമ്പോഴാണല്ലോ ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഈ ഏലിയാവ് സമർപ്പിച്ച യാഗവസ്തുവിനെ സ്വീകരിക്കുന്നത്. അവനവിടെ നെഞ്ചുപൊട്ടി ദൈവത്തോട് എന്നോട് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോഴാണ് യാഗവസ്തുവിനെ സ്വീകരിക്കുവാൻ ദൈവം അഗ്നിയായി ഇറങ്ങി വന്നത്. ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് യാഗപീഠത്തോടൊരു ആത്മസമർപ്പണം ഉണ്ടാകണം. സുറിയാനി പിതാക്കന്മാർ പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 യാഗപീഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇത് കൃത്യമായി വേദപുസ്തക അടിസ്ഥാനത്തിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഒന്നാമതായി പറയുന്നത്, ഒന്നാമത്തെ യാഗപീഠം എന്ന് പറയുന്നത് ചർച്ച് ഇൻ ദ ഹെവൻ, സ്വർഗത്തിലെ ഒരു ദേവാലയം, യാഗപീഠം എന്നുള്ളതാണ്. സ്വർഗത്തിലെ യാഗപീഠം അത് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 24 മൂപ്പന്മാർ കയ്യിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ ഇടവിടാതെ ആരാധന അർപ്പിക്കുന്ന സ്വർഗത്തിലെ ഒരു ബലിപീഠമുണ്ട്. രണ്ടാമതായി ഒരു യാഗപീഠമുള്ളത് ഭൂമിയിലെ യാഗപീഠമാണ്. നമ്മളെല്ലാ ആഴ്ചകളിലും ആരാധനയ്ക്ക് വരുന്ന ഈ യാഗപീഠം പത്രോസിനോട് പറഞ്ഞു, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് മുമ്പിൽ ആരാധനയ്ക്കായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബലിപീഠം. മൂന്നാമതായി ഒരു യാഗപീഠം കൂടിയുണ്ട്. അത് പരിശുദ്ധ പൗലോസിൻ്റെയൊക്കെ രചനകളിൽ നിന്ന് പിതാക്കന്മാർ കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ യാഗപീഠം എന്ന് പറയുന്നത് ചർച്ച് ഇൻ ദ ഹാർട്ട്, ഹൃദയത്തിലെ ബലിപീഠം അല്ലെങ്കിൽ ഹൃദയമാകുന്ന ബലിപീഠം എന്നൊക്കെ പറയാം. മൂന്നാമതായ ഒരു ബലിപീഠം. അപ്പോൾ ഈ 3 ബലിപീഠങ്ങളെ പറ്റിയുള്ള ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം. സ്വർഗത്തിലുള്ളൊരു ബലിപീഠത്തിൽ പ്രവേശനം ലഭിക്കുവാൻ ഭൂമിയിലെ ബലിപീഠത്തിൽ വിശുദ്ധമായി വ്യാപരിച്ച് ശരീരമാകുന്ന ഹൃദയമാകുന്ന ബലിപീഠത്തെ നിർമ്മലമായി സംരക്ഷിക്കുവാൻ നമുക്കിടയാകണം. അങ്ങനെയെങ്കിൽ നാം തീർച്ചയായും ദൈവത്തിന് പ്രീതിയുള്ളവരായി മാറും, യാതൊരു സംശയവും വേണ്ട. ഈ 3 ബലിപീഠങ്ങളുടെ ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകണം. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യമുള്ളതാണെന്നറിയാമോ? നമ്മുടെ വിശ്വാസ ജീവിതത്തെ പറ്റി പറയുന്നത് മാമോദീസ ഏൽക്കുന്ന ഒരു കുഞ്ഞിന് യഥാർത്ഥത്തിൽ 3 അമ്മമാരാണുള്ളത്. നമ്മുടെ ആരാധനാ ഗീതത്തിലുള്ളതാണ്. നിർമ്മല മാമോദീസായും പാവന സഭയും ഏവം കോമള സോദരിമാർ വേറങ്ങമരുന്നു പെറ്റിയിടുന്നു മറ്റവൾ പോറ്റുന്നു. പിതാക്കന്മാർ എഴുതിയതാണ്. അവർ പറയുകയാണ്, നിർമ്മല മാമോദീസ പാവന സഭ, ഇത് രണ്ടും 2 സഹോദരിമാരാണ്. സ്ത്രീലിംഗമാണ് സുറിയാനിയിൽ. മാമോദീസോ എന്നുള്ളത് സുറിയാനിയിൽ എഴുതുമ്പോൾ അത് ഫെമിനിൻ ജെൻഡറാണ്. അതിനോടൊപ്പം തന്നെ സഭ എന്നുള്ളതിന് ഈത്തോ എന്ന് സുറിയാനിയിൽ എഴുതുമ്പോഴും അത് ഫെമിനിൻ ജെൻഡറാണ്. മലയാളത്തിൽ വരുമ്പോഴാണല്ലോ അത് നപുംസകലിംഗമായി മാറുന്നത്. മറ്റേത് രണ്ടും സ്ത്രീലിംഗത്തിലാണ് സുറിയാനിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സഭ എന്നുള്ളത് സ്ത്രീലിംഗമാണ്, മാമോദീസ എന്നുള്ളത് സ്ത്രീലിംഗമാണ്. പിതാക്കന്മാർ അതിനെ കണ്ടത് അമ്മമാരായിട്ടാണ്. 2 അമ്മമാരുണ്ട്, പിന്നെ നൊന്തു പെറ്റൊരമ്മ, അപ്പം 3ാമതൊരു അമ്മയും. അപ്പം നിർമ്മല മാമോദീസായും പാവന സഭയും സഹോദരിമാരാണ്. അതിനുശേഷം പറയുകയാണ് പെറ്റിയിടുന്നു, ഒരാൾ പ്രസവിക്കുന്നു. ആരെ പ്രസവിക്കുന്നേ? മാമോദീസ. നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ ജനിച്ചു, അതുകൊണ്ടാണ് മാമോദീസായ റീബർത്ത് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മാതൃദേവാലയം നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇതെൻ്റെ മാതൃദേവാലയമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണെന്ന് പറയും. കാരണം ഈ ദേവാലയത്തിൻ്റെ ഗർഭപാത്രമാണ് മാമോദീസ തൊട്ടി. അതിൽ നിന്നാണ് നമ്മൾ വീണ്ടും ജനിച്ചത്, റീബർത്ത്. വീണ്ടും നമ്മൾ ജനിച്ചു. ആരെങ്കിലുമൊക്കെ വീണ്ടും ജനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ പറയാൻ പറ്റണം, ഞങ്ങൾ വീണ്ടും ജനിച്ചതാണ്. കാരണം ദേവാലയത്തിൻ്റെ ഗർഭപാത്രത്തിൽ, ദേവാലയമാകുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞങ്ങൾ വീണ്ടും ജനിച്ചു. അപ്പോൾ മാമോദീസ പ്രസവിക്കുന്നു. ആരാ നമ്മളെ പോറ്റുന്നത്? പോറ്റുന്നത് ആരാണെന്ന് ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്. സഭ നമ്മളെ പോറ്റുന്നു. സഭ എങ്ങനെയാണ് നമ്മളെ പോറ്റുന്നത്? ഓരോ ആരാധനയിലും നിങ്ങൾ പള്ളി വന്നാലും വന്നില്ലേലും ബലിപീഠത്തിൽ അപ്പവീഞ്ഞുകൾ ഇരിപ്പുണ്ട്. അതൊരേ സമയം ആത്മീയ പോഷണവും നിങ്ങളുടെ
ലൗകികമാകും നിങ്ങളുടെ ഭൗതികമാകുന്ന വളർച്ചയ്ക്കുള്ള ഭക്ഷണവുമാണല്ലോ. അപ്പം ഭക്ഷിക്കുമ്പോൾ അത് നമ്മളുടെ സിരകളിൽ കൂടി നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ അത് ഒരേ സമയം ആത്മീയമാകുന്ന ഭക്ഷണവും അതിനോടൊപ്പം തന്നെ ഭൗതികമായി നമുക്ക് നൽകുന്നതാകുന്ന പോഷണം കൂടിയാണ്. അപ്പോൾ സഭ നമ്മളെ ഭക്ഷണം തന്ന് പോറ്റുന്നു. അപ്പം നൊന്തുപെറ്റൊരമ്മയുണ്ട്, മാമോദീസായാകുന്ന ഒരമ്മയുണ്ട്, അതിനോടൊപ്പം സഭയാകുന്ന ഒരമ്മയുണ്ട്. ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളെല്ലാം ഈ ദേവാലയവുമായി ചേർന്നാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കല്യാണം കഴിക്കുന്നത് ഇവിടെ വെച്ചാണ്. നമ്മളൊരു വാക്ക് പറയാൻ പഠിക്കും നമ്മുടെ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറുന്നത് ഇവിടെ വെച്ചാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ പഠിക്കുന്നത്. എല്ലാവിധ കാര്യങ്ങളിലും നമ്മൾ ഉപനയിപ്പിക്കുന്നത് ഈ അമ്മയുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഏറ്റവും അവസാനം കിടന്നുറങ്ങാണ്ടൊക്കെ അന്ത്യയാത്രയ്ക്കായി വരുമ്പോഴും ദേവാലയവുമായി ചേർന്നാണ് നാം കിടന്നുറങ്ങുന്നതല്ല. അതുകൊണ്ടാണ് നമ്മുടെ പൊതുവായ ഭവനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഇങ്ങനെ വല്ലാതെ കരുതലോടെ കാവലോടെ ഇങ്ങനെ സംരക്ഷിച്ച് വളർത്തുകയാണ്. ഇങ്ങനെ സംരക്ഷിച്ച് വളർത്തുമ്പോൾ നമ്മളെ ആരും കൊത്തി പറന്നു പോകാതിരിക്കാൻ തക്കോണം വലിയൊരു കോട്ട നമുക്ക് ചുറ്റുമുണ്ടെന്ന് ആരാധന പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് വിവാഹ കൂദാശയിൽ നമ്മൾ പാടുന്നതാണ്. സഭയോതുന്നെന്നെ 3 കോട്ടകൾ ചുറ്റുന്നു. സഭയോതുന്നു, സഭ പറയുന്നു എന്നെ 3 കോട്ടകൾ ചുറ്റുന്നുണ്ട്. നമ്മൾ പള്ളിക്ക് ചുറ്റും കെട്ടിവെച്ചിരിക്കുന്ന മതിലല്ല, അതല്ല കോട്ട. ആ കോട്ട ഏതാണെന്നുള്ളത് കൃത്യമായി അതിനുശേഷം പറയുന്നുണ്ട്. സുറിയാനിയിൽ നിന്ന് പദപരിവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ: ദ പ്രസൻസ് ഓഫ് ദ ഹോളി ട്രിനിറ്റി ഈസ് വിതിൻ ദ ചർച്ച്. സഭയ്ക്കുള്ളിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് താതസുതാമല റൂഹായ മേഘത്വം തൃത്വം മഹിമേഴും മണവാട്ടിസമം മധ്യേ മേവുന്നു. സഭയ്ക്കുള്ളിൽ ഇതാ താതസുതാമല റൂഹ, പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന ആ പരിശുദ്ധ തൃത്വമുണ്ട്. ഈ തൃത്വം ഇങ്ങനെ കോട്ട കെട്ടി നമ്മളെ സംരക്ഷിക്കുകയാണ്. ഇനി നമ്മൾ അന്ത്യയാത്രയ്ക്കായി വന്ന് കിടന്നുറങ്ങാൻ പോകുമ്പോഴും വെറുതെ അല്ല, തലയുടെ മുകളിൽ ഒരു കുരിശു കൂടെ തന്നാണ് വിടുന്നത്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമാകുന്ന കുരിശുമരത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തിയിൽ കുരിശിനെ വിവക്ഷിച്ചിരിക്കുന്ന മരമെന്നാണല്ലോ. നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന നസറായനായ ക്രിസ്തുവിനെ ദൈവവും പിതാവുമായവൻ ഉയർപ്പിച്ചു. കുരിശുമരമാണ്. ആ മരം ഇങ്ങനെ വിടർന്നു നിന്ന് നമ്മളെ സംരക്ഷിക്കുകയാണ്. അന്ത്യകാഹളം ഊതുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നമ്മളെല്ലാം രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞ പോലെ ആ കാഹളം ഊതുന്ന സമയം വരെയും മാലാഖമാരുടെ തണലിൽ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമാകുന്ന കുരിശിൻ്റെ കീഴിൽ ശാന്തമായി നമ്മുടെ മൃതന്മാരെല്ലാവരും ഉറങ്ങുകയാണ്. കർത്താവ് വരുന്ന സമയത്ത് അവരെല്ലാം മഹിമയോടെ പുനരുത്ഥാനം ചെയ്യും. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അവരെല്ലാം മഹിമയോടെ പുനരുത്ഥാനം ചെയ്യും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, എത്ര സുന്ദരമാകുന്ന ഒരു ജീവിതമാണിത്. ഇങ്ങനെ കൈപിടിച്ചാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത്രയും ദൈവം കൂടെയിരിക്കുന്ന ജീവിതങ്ങളാണ്. പക്ഷേ ഈ കൂടെയിരിക്കുന്ന ജീവിതങ്ങളിൽ ദൈവത്തിന് വേണ്ടിയുള്ള ജ്വലനവും ദൈവത്തിലുള്ള ആഴമാകുന്ന വിശ്വാസവും അതിനോടൊപ്പം നമ്മൾ ബലിപീഠങ്ങളാണ്, സ്വർഗത്തിലൊരു ബലിപീഠമുണ്ട്, ആരാധനയ്ക്ക് കൂടി വരുന്നൊരു ബലിപീഠമുണ്ട് എന്നുള്ള ബോധ്യവും നമ്മെ ഭരിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ഇടങ്ങളിൽ അതിശയവും അടയാളവുമായി മാറുവാൻ തക്കവണ്ണം സാധിക്കും. എന്തുകൊണ്ടാണ് സാധാരണപ്പെട്ട ചില മനുഷ്യരൊക്കെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ചില മനുഷ്യരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ചില മനുഷ്യരൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപദേശം നൽകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ഒത്തിരി അർത്ഥമുള്ളതായി നമുക്ക് തോന്നുന്നത്? വേറെ കാരണമൊന്നുമില്ല. അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവത്തിന് വേണ്ടി ജ്വലിച്ചവരും ദൈവത്തെ പ്രതി ജീവിച്ചവരും ഈ ശരീരമാകുന്ന ബലിപീഠത്തെ, സ്വർഗത്തിലെ ബലിപീഠത്തെ, അതിനോടൊപ്പം ആരാധനയ്ക്ക് കൂടി വരുന്ന ബലിപീഠത്തെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടവരുമാണ്. അതുകൊണ്ടാണ് അവർക്ക് അതിശയവും അടയാളവുമായി മാറുവാൻ തക്കവണ്ണം സാധിച്ചത്. നമുക്ക് നമ്മുടെ ഇടങ്ങളിൽ അതിശയവും അടയാളവുമായി മാറുവാൻ തക്കവണ്ണം ദൈവം തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ബലഹീനമാകുന്ന വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.